ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ എട്ടാം ഭാഗം. ഒരു ദിവസം സുൽത്താൻ മുഹമ്മദിന് ആകെ ഒരു ഉന്മേഷക്കുറവ് തോന്നി. മനസ്സിൻ്റെ മടുപ്പ് നീക്കാൻ എന്താണൊരു വഴി? അദ്ദേഹം മന്ത്രിയോട് ആലോചിച്ചു. നമുക്ക് ഭ്രാന്താലയം സന്ദർശിച്ചു കളയാം. മാനസിക രോഗികളെ സന്ദർശിച്ചാൽ മനസ്സൊന്നും ഉണരാതിരിക്കില്ല, മന്ത്രി പറഞ്ഞു. അങ്ങനെ സുൽത്താനും മന്ത്രിയും ഭ്രാന്താലയം സന്ദർശിക്കാൻ പുറപ്പെട്ടു. സുൽത്താനും മന്ത്രിയും എല്ലാ മുറികളും ചുറ്റി നടന്നു നോക്കി. കാവൽക്കാർ ഓച്ചാനിച്ച് പിന്നാലെ നടന്നു. മുറികളിലൊന്നും ഭ്രാന്തന്മാരില്ല. ഇതെന്താണ്, ഇവിടെ ഇപ്പോൾ ഭ്രാന്തന്മാരില്ലേ? ഇപ്പോൾ പുതിയതായി ആരെയും കൊണ്ടുവരാറില്ല. ചിത്തഭ്രമം പൊതുവെ കുറഞ്ഞിരിക്കുകയാണ്. ദാ ഈ മുറിയിൽ രണ്ടുപേരുണ്ട്. ചില പ്രധാന വ്യക്തികളാണ് അവരിവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. സന്ദർശിക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് വിലക്കിയിട്ടുമുണ്ട്. അവർ പണ്ഡിതന്മാരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തടിയൻ പുസ്തകങ്ങളാണ് അവർ വായിക്കുന്നത്. സുൽത്താനും മന്ത്രിയും ആ മുറിയിലേക്ക് നോക്കി. രണ്ടുപേരെയും ചങ്ങലക്കിട്ടിരിക്കുന്നു. ഒരാൾ ഉറക്കെ വായിക്കുന്നു. അപരൻ ശ്രദ്ധയോടെ അത് ശ്രവിക്കുന്നു. രണ്ടുപേരും അരോഗദൃഢഗാത്രരും സുന്ദരന്മാരുമാണ്. ഭ്രാന്തിൻ്റെ യാതൊരു ലക്ഷണവും അവരിൽ കണ്ടിരുന്നില്ല. സുൽത്താൻ മന്ത്രിയോട് പറഞ്ഞു, ഇവരുടെ കഥ വിസ്മയകരമായിരിക്കും. അദ്ദേഹം തിരിഞ്ഞ് ആ ഭ്രാന്തന്മാരോട് ചോദിച്ചു, ഭ്രാന്തായിട്ട് തന്നെയാണോ നിങ്ങളിവിടെ അടച്ചിട്ടിരിക്കുന്നത്? മഹാരാജാവേ, ഞങ്ങൾക്ക് യാതൊരു അസുഖവുമില്ല. ഞങ്ങൾ ഭ്രാന്തന്മാരുമല്ല. ഞങ്ങൾ വിഡ്ഢികളോ മന്ദബുദ്ധികളോ അല്ല. ഞങ്ങളുടെ അനുഭവങ്ങൾ വിചിത്രങ്ങളാണ്. രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് ഞങ്ങളുടെ കഥ. കഥ കേൾക്കാനുള്ള കൗതുകത്തോടെ സുൽത്താനും മന്ത്രിയും മുറിയുടെ വാതിൽക്കൽ നിലത്തിരുന്നു. ആദ്യത്തെ ഭ്രാന്തൻ കഥ പറയാൻ തുടങ്ങി. മഹാരാജാവേ, ഞാനൊരു പട്ടുവ്യാപാരിയായിരുന്നു. എൻ്റെ പിതാവും പട്ടുവ്യാപാരിയായിരുന്നു. വളരെ വില പിടിച്ച പട്ടുവസ്ത്രങ്ങൾ മാത്രമേ ഞാൻ വിറ്റിരുന്നുള്ളൂ. ധാരാളം ആദായം എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഒരു ദിവസം ഞാൻ പീടികയിലിരിക്കുമ്പോൾ മാന്യയായ ഒരു വൃദ്ധ കയറി വന്നു. അവർ എന്നെ അഭിവാദ്യം ചെയ്തു. ഞാൻ അവരെ ബഹുമാനിച്ച് ക്ഷണിച്ചിരുത്തി. വില പിടിച്ച ചിത്രവേലകൾ ചെയ്ത ഇന്ത്യൻ പട്ടുവസ്ത്രങ്ങൾ കാണിച്ചു കൊടുത്തു. അതിലൊരെണ്ണം അവർ വാങ്ങി. 500 സ്വർണമായിരുന്നു വില. 350 നാണയമാണ് എനിക്ക് ആ ഒരു വിൽപ്പനയിൽ ലാഭം കിട്ടിയത്. പിറ്റേ ദിവസം വൃദ്ധ വീണ്ടും വന്നു. 500 നാണയം തന്ന് മറ്റൊരു പട്ടുതുണി വാങ്ങി. പതിവായി രാവിലെ അവർ വിലയേറിയ പട്ടുതുണികൾ വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. 16-ാം ദിവസം രാവിലെ വൃദ്ധ വളരെ മികച്ച ഒരു തുണി വാങ്ങി. പണസഞ്ചി തപ്പി. അയ്യോ, ഞാൻ തിടുക്കത്തിൽ പണസഞ്ചി എടുക്കാൻ മറന്നുപോയി. അതിനെന്താ, ഒരു തിടുക്കവുമില്ല. പണം പിന്നെ തന്നാൽ മതി. അവരെ കൊണ്ട് എനിക്കുണ്ടായ ലാഭമോർത്താൽ അത് വെറുതെ കൊടുത്താലും സാരമില്ല. പക്ഷേ താൻ എങ്ങനെ ഒരു സാധനവും പണം കൊടുക്കാതെ വാങ്ങില്ലെന്ന് വൃദ്ധ പറഞ്ഞു. പണം പിന്നെ കൊടുത്തയച്ചാൽ മതിയെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും അവർക്ക് സമ്മതമായില്ല. ഹേയ്, അത് വയ്യ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ വീട് വരെ വരും. ഞാൻ പണം തന്നയക്കാം. നിർബന്ധമാണെങ്കിൽ ശരി. ഞാൻ അവരുടെ കൂടെ ഇറങ്ങി. തെരുവുകൾ പലതും പിന്നിട്ടു. ഒരു തിരിവിൽ വന്നപ്പോൾ അവർ സഞ്ചിയിൽ നിന്നും കൈലേസ് എടുത്തു. ഞാൻ നിങ്ങളുടെ കണ്ണ് കെട്ടിക്കോട്ടെ? അതെന്തിനാണ്? അതോ, ഇവിടെ അനേകം വീടുകളുണ്ട്. ആ വീടുകളുടെ വാതിലിനടുത്തെല്ലാം മുഖാവരണമില്ലാതെ പല യുവതികളും ഇരിക്കുന്നുണ്ടാകും. അവരെ കണ്ടാൽ നിങ്ങൾ മയങ്ങിപ്പോകും. പ്രേമമുദിക്കും. പ്രേമം മഹാകുഴപ്പം പിടിച്ചതാണ്. ഞാൻ വെറുതെ പറയുകയാണെന്ന് കരുതണ്ട. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരുപാട് കന്യകമാരും ഭാര്യമാരുമുണ്ട്. ഏത് പുണ്യാളിനെയും അവർ വഴിതെറ്റിക്കും.
ഞാൻ കാരണം നിങ്ങൾക്ക് ആപത്ത് വരരുതല്ലോ. ഹോ, നല്ല ബുദ്ധിമതിയായി വൃദ്ധ, ഞാൻ മനസ്സിൽ കരുതി. കണ്ണ് കെട്ടിക്കൊള്ളാൻ അനുമതി നൽകി. അവർ എന്നെയും കൊണ്ടു നടന്ന് ഒരു വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ച ഉടനെ എൻ്റെ കണ്ണിലെ കെട്ടഴിച്ചു. അതൊരു സാധാരണ വീടല്ല, വലിയ കൊട്ടാരമാണ്. അത്രയുമൊന്ന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വൃദ്ധ എന്നെ ഒരു ചെറിയ മുറിയിലാക്കി. അതിലിരുന്ന് നോക്കിയാൽ വിശാലമായ തളം കാണാം. വെളുത്തു മിനുത്ത മാർബിൾ കൊണ്ട് പടുത്ത തളം. തളത്തിൻ്റെ ഒരു മൂലയിൽ കഴിഞ്ഞ 15 ദിവസമായി ഞാൻ വിറ്റഴിച്ച ആ പട്ടുവസ്ത്രങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നു. ഞാൻ അതിശയിച്ചു പോയി. സുന്ദരികളായ 2 യുവതികൾ പനിനീർ കുടങ്ങളുമായി തളത്തിലെത്തി. കുടങ്ങൾ താഴെ ഇറക്കി വെച്ചു. ഞാൻ കൊടുത്ത പട്ടുവസ്ത്രങ്ങളിലൊന്നെടുത്ത് 2ആയി വലിച്ചു കീറി. എന്നിട്ട് ചുരുട്ടിക്കൂട്ടി. ഇരുവരും ആ തുണിക്കഷ്ണങ്ങൾ പനിനീരിൽ മുക്കി നിലം തുടയ്ക്കാൻ തുടങ്ങി. തുടച്ചു കഴിഞ്ഞപ്പോൾ വേറെ 2 പട്ടുതുണികളെടുത്ത് നിലത്തെ ഈർപ്പം തുടച്ചു കളഞ്ഞു. നിലം മിന്നിത്തിളങ്ങി. എൻ്റെ സകല വസ്തുവകകളും വിറ്റാലും കിട്ടാത്തത്ര വില പിടിച്ച ഒരു വലിയ കമ്പളം നിലത്ത് വിരിച്ചു. അതിൻ്റെ നടുവിലായി കസ്തൂരി തെളിച്ച് സുരഭിലമാക്കിയ ആട്ടിൻ രോമം കൊണ്ടുള്ള മറ്റൊരു പരവതാനി വിരിച്ചു. തൂവൽ നിറച്ച തലയണകൾ നിരത്തി. അത്രയും കഴിഞ്ഞ് അവർ മടങ്ങി. അതാ മറ്റൊരു മനോഹര ദൃശ്യം. 50 യുവസുന്ദരികൾ കൈകോർത്ത് പിടിച്ച് വിലാസവതികളായി നടന്നു വരുന്നു. അവർ ആ കമ്പളത്തിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അസാധാരണ സൗന്ദര്യമുള്ള 10 യുവതികൾ ഒരു സിംഹാസനവും ചുമന്നുകൊണ്ടെത്തി. അവരുടെ അത്ഭുതകരമായ ദേഹകാന്തി നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനം അപ്രത്യക്ഷമായി. നടുവിലുള്ള തലയണകളിൽ ചാരി ഒരു അപൂർവ സുന്ദരി മന്ദഹാസത്തോടെ തോഴിമാരെ നോക്കുന്നു. ആ പഴയ വൃദ്ധ വന്ന് എൻ്റെ കൈ പിടിച്ച് ആ വിശാലമായ തളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. എൻ്റെ മരണം അടുത്തു കഴിഞ്ഞു, ഞാൻ വിചാരിച്ചു. ആ മനോഹരി എൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചു. അവളോടൊപ്പം ആ പരവതാനിയിലിരിക്കാൻ ക്ഷണിച്ചു. അമ്പരപ്പോടെ ഞാൻ അവിടെ ഇരുന്നു. അവൾ ചോദിച്ചു, യുവാവേ, എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾക്കെൻ്റെ ഭർത്താവാകാൻ സമ്മതമാണോ? മാന്യ യുവതി, അത്രയും യോഗ്യനാണെന്ന് വിചാരിക്കാൻ ഞാൻ എങ്ങനെ ധൈര്യപ്പെടും? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഭവതിയുടെ ദാസനാവുക എന്നത് മാത്രമാണ്, മറ്റൊന്നുമല്ല. ഞാൻ വളരെ ഗൗരവമായി ചിന്തിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഒട്ടും പരിഭ്രമിക്കേണ്ട. എൻ്റെ ഹൃദയം നിങ്ങളോടുള്ള പ്രേമം കൊണ്ട് ജ്വലിക്കുകയാണ്. എന്തോ പ്രതിഭാസത്താൽ അവൾ എന്നിൽ അനുരക്തിയായി തീർന്നെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ധീരതയോട് ചോദിച്ചു, മറ്റ് മാന്യ യുവതികളുടെ മുന്നിൽ എന്നെ കളിയാക്കുകയല്ലല്ലോ? എനിക്കും ഭവതിയോട് വളരെ പ്രേമം തോന്നുന്നുണ്ട്. ലോഹം പഴുത്തിരിക്കുമ്പോഴാണ് ചുറ്റിക പ്രയോഗിക്കേണ്ടത്. ആ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? ഭവതിയോടുള്ള പ്രേമം കൊണ്ട് ചൂട് പിടിച്ചിരിക്കുകയാണ് എൻ്റെ ഹൃദയം. പറയൂ, ഞാൻ എന്ത് സ്ത്രീധനം നൽകണം? അതെല്ലാം തന്നു കഴിഞ്ഞല്ലോ. അവൾ ഉടനെ കാദിയെയും സാക്ഷികളെയും വരുത്തി ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി. സ്വപ്നം കാണുകയാണോ? ഞാൻ സ്വയം വിചാരിച്ചു. അവൾ തോഴിമാരോട് എന്നെ കുളിപ്പിച്ച് വേഷഭൂഷാദികൾ അണിയിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവർ എന്നെ കുളിപ്പിച്ച് ചമയിച്ച് വധുവിൻ്റെ മണിയറയിലേക്ക് തള്ളി. അവൾ എൻ്റെ അരികിൽ വന്ന് സ്നേഹത്തോടെ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വാത്സല്യപൂർവ്വം തലോടി. ഞാൻ ആകെ കോരിത്തരിച്ചുപോയി. അവളും ഞാനും സ്വർഗീയ സുഖം ആസ്വദിച്ചു. അങ്ങനെ 20 രാത്രികൾ കഴിഞ്ഞു പോയതറിഞ്ഞില്ല. എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ കണ്ടിട്ട് വളരെ നാളായി. കടയിലെ കച്ചവടക്കാര്യം കുഴപ്പത്തിലാകും. ഞാൻ വ്യാപാര കാര്യത്തിൽ ശ്രദ്ധിക്കാതെയായിട്ട് നാള് കുറേയായി. അതിനെന്താ, അങ്ങേക്ക് ദിവസവും അമ്മയെ സന്ദർശിക്കാമല്ലോ. വ്യാപാര കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താം. പക്ഷേ ഒരു കാര്യം,
ഇവിടെ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും കണ്ണ് മൂടിക്കെട്ടണം. ആ വൃദ്ധ അങ്ങയെ അനുഗമിച്ചുകൊള്ളും. വൃദ്ധ അന്ന് എൻ്റെ കണ്ണുകൾ കെട്ടി ആ വഴിയുടെ അറ്റം വരെ എത്തിച്ചു. വൈകുന്നേരം ഞാൻ മടങ്ങി വന്നപ്പോൾ അവിടെ ആ സ്ഥലത്തു തന്നെ വൃദ്ധ കൈലേസുമായി കാത്തുനിന്നിരുന്നു. കുതിരകൾ വെള്ളം കണ്ടാലെന്ന പോലെയാണ് ഇവിടുത്തെ പെണ്ണുങ്ങൾ. പ്രേമത്തിനു വേണ്ടി പാഞ്ഞു നടക്കും. അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഭാര്യ എന്നെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഇങ്ങനെ 3 മാസം ആ മനോഹര സൗധത്തിൽ പ്രതാപത്തോടെ കഴിഞ്ഞു. ഈ നിർഭാഗ്യവാനിൽ അവൾക്കെങ്ങനെ പ്രേമമുദിച്ചു എന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടിയില്ല. അവളെക്കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഒരടിമ പെണ്ണിനോട് യജമാനത്തിയെക്കുറിച്ചുള്ള രഹസ്യം പറഞ്ഞു തരാൻ അപേക്ഷിച്ചു. അയ്യോ, അതെങ്ങാൻ മിണ്ടിയാൽ എൻ്റെ കഥ കഴിഞ്ഞതു തന്നെ. യജമാനത്തിയുടെ കഥ വിചിത്രമാണ്. അവർ ഒരു ദിവസം നിങ്ങളെ ചന്തയിൽ വെച്ച് കണ്ടു. ആകൃഷ്ടയായി. അത്രമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി. ഞാൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവൾ തൻ്റെ യജമാനത്തിയോട് പറയുമെന്ന് പറഞ്ഞ് തിരിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. ഒരുച്ചയ്ക്ക് ഞാൻ പീടികയിലിരിക്കുമ്പോൾ മൂടുപടമിട്ട ഒരുവൾ എൻ്റെ അരികിൽ വന്നു. നല്ലവനായ വ്യാപാരി. എൻ്റെ കയ്യിൽ വജ്രം പതിച്ച കനകനിർമ്മിതമായ ഒരു പൂവൻകോഴിയുണ്ട്. അതൊന്ന് വിൽക്കാൻ ഞാൻ പല വ്യാപാരികളെയും സമീപിച്ചു. ആർക്കും അത് വേണ്ട. അത്തരം കൗതുക വസ്തുക്കൾക്ക് ഇപ്പോൾ ചെലവില്ലത്രേ. നോക്കൂ, നിങ്ങളിത് വാങ്ങുമോ? എനിക്ക് പാവയെക്കൊണ്ട് ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അത്ര കൂടിയേ തീരുവെങ്കിൽ 100 സ്വർണ്ണ നാണയം തരാം. കോഴിയെ തന്നേക്കൂ. ആ കൗതുക വസ്തു ഭാര്യയ്ക്ക് സമ്മാനിച്ചാൽ സന്തോഷമാകും എന്ന് കരുതിയാണ് വാങ്ങിയത്. നാണയമെടുത്ത് നീട്ടിയപ്പോൾ അവൾ എന്നെ തടഞ്ഞു. ഇതൊന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ കവിളിൽ ഒന്ന് ചുംബിക്കാൻ അനുവദിച്ചാൽ മതി. അതിശയം തന്നെ. 1000 നാണയത്തിൽ കൂടുതൽ വിലയുള്ളൊരു വസ്തുവിന് ഒരു ചുംബനം മതിയത്രേ. കച്ചവട ലാഭമാണ്. അസാധാരണമാണെങ്കിലും എന്തെങ്കിലും ആകട്ടെ, ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ആ സുന്ദരി മുഖത്തു നിന്നും തട്ടം മാറ്റി എൻ്റെ കവിളിൽ ചുംബിച്ചു. പക്ഷേ ചുംബനം ആഴത്തിലായിപ്പോയി. അവളുടെ പല്ലുകൾ എൻ്റെ കവിളിൽ ആണ്ടുപോയി. അതൊരു കടിയായിരുന്നു. ചോര പൊടിഞ്ഞു. ഇന്നും ആ പാട് എൻ്റെ മുഖത്തുണ്ട്. ഞാൻ വേദനയോടെ കവിൾ തടവിയപ്പോഴേക്കും അവൾ എന്നോട് യാത്ര പറഞ്ഞ് ഓടിപ്പോയി. എൻ്റെ അള്ളാ, ഇങ്ങനെ ദിവസവും ഓരോ പെണ്ണുങ്ങൾ വന്ന് എൻ്റെ ഓരോ ഭാഗം കടിച്ചെടുത്താൽ കച്ചവടം എന്താകും? വൈകുന്നേരം വൃദ്ധ എന്നെ കാത്തു നിന്നിരുന്നു. പതിവ് പോലെ കൈലേസുകൊണ്ട് കണ്ണ് മൂടിക്കെട്ടി. വഴിക്കവർ എന്തൊക്കെയോ പെറുപുറുത്തുകൊണ്ടിരുന്നു. കിഴവിയല്ലേ, എന്തെങ്കിലും എണ്ണിപ്പെറുക്കാനുണ്ടാകും. സ്വന്തം നിഴലിനെ ശപിക്കുന്നവരാണ് കിഴവികൾ, ഞാൻ മനസ്സിൽ കരുതി. കുപിതയായിരിക്കുമ്പോൾ രാജാക്കന്മാർ കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കാറുണ്ട്. കടും ചുവപ്പുള്ള പട്ടുവസ്ത്രമാണ് അന്ന് അവൾ അണിഞ്ഞിരുന്നത്. അവളുടെ മുഖം വിളർത്തിരുന്നു. പതിവ് പോലെ ഞാൻ അവളെ സമീപിച്ചു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. ഞാൻ ആ സ്വർണ്ണ കോഴിയെ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പ്രിയേ, ഈ വിചിത്ര പാവയെ കണ്ടോ? നിന്റെ സന്തോഷത്തിനു വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അവളുടെ നെറ്റിത്തടം ചുളിഞ്ഞു. കനത്തൊരു പ്രഹരമായിരുന്നു മറുപടി. ഞാൻ മറിഞ്ഞു വീണു. ഹോ, താൻ എൻ്റെ സന്തോഷത്തിനാണല്ലേ പാവയെ വാങ്ങിയത്? കവളത്ത് കടി വാങ്ങിയതോ? എൻ്റെ തല കുനിഞ്ഞുപോയി. ഞാൻ ബോധശൂന്യനായി നിലം പതിക്കുമെന്ന് തോന്നി. 4 അടിമകൾ യവനിക മാറ്റി പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് പാവയെ തന്ന് ചുംബിച്ച ആ മനോഹരിയുടെ തല പോയ ഉടലും കൊണ്ടാണ് അവർ വന്നത്. എൻ്റെ കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അവർ എന്നെ ചങ്ങലക്കിട്ട് ഭ്രാന്താലയത്തിൽ കൊണ്ടുവന്നേൽപ്പിച്ചു. ഇതാണ് എൻ്റെ വിചിത്രമായ കഥ. അങ്ങയെയും ബഹുമാന്യയായ മന്ത്രിയെയും ഇവിടേക്ക് അയച്ചത് ദൈവമാണ്, എന്നെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. അവിടുന്ന് തന്നെ നിശ്ചയിക്കൂ ഏതു തരത്തിലുള്ള ചിത്തഭ്രമമാണ് എനിക്ക് പിടിപ്പെട്ടതെന്ന്. സുൽത്താനും മന്ത്രിയും കുറേ നേരം
ആലോചനയിൽ മുഴുകി. ഒടുവിൽ സുൽത്താൻ മന്ത്രിയോട് പറഞ്ഞു, രാജ്യം ഭരിക്കാൻ എന്നെ നിയോഗിച്ച ദൈവത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഈ യുവാവിൻ്റെ ഭാര്യയെ കണ്ടെത്തുന്നതുവരെ ഞാൻ ജലപാനം ചെയ്യില്ല. എന്താണിനി വേണ്ടതെന്ന് പറയൂ. നമുക്ക് തൽക്കാലം ഇനിയുള്ള ഭ്രാന്തനെ ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് ഈ പട്ട് വ്യാപാരിയെ കൊണ്ട് നഗരത്തിലേക്ക് പോകാം. പതിവായി കണ്ണ് മൂടിക്കെട്ടാറുള്ള ആ തെരുവിലെത്തുമ്പോൾ നമുക്ക് വേണ്ടി കണ്ണ് മൂടിക്കെട്ടാം. ഓർമ്മശക്തിയും സ്പർശന പരിചയവും ഉപയോഗിച്ച് അയാൾ മുമ്പോട്ട് നടക്കട്ടെ. അങ്ങനെ ആ സ്ഥലത്തെത്താനാകും. ദൈവം നമുക്ക് വഴികാട്ടും. സുൽത്താൻ യുവാവിനെ ബന്ധനവിമുക്തനാക്കി. മന്ത്രിയുടെ നിശ്ചയമനുസരിച്ച് അവർ നടന്നു. കണ്ണ് കെട്ടിയിട്ടും വ്യാപാരിക്ക് വഴിതെറ്റിയില്ല. നടന്നു നടന്നെത്തിയത് ഒരു കൊട്ടാരത്തിൻ്റെ കവാടത്തിലാണ്. ആ കൊട്ടാരം കണ്ടപ്പോൾ സുൽത്താന് മനസ്സിലായി, പഴയ സുൽത്താൻ്റെ പത്നിമാരിൽ ഒരുവൾ ഇവിടെ തൻ്റെ മകളുമൊത്ത് താമസിക്കുന്നുണ്ട്. ആ രാജപുത്രിയാണ് ഇവനെ വിവാഹം ചെയ്തിരിക്കുന്നത്. നമുക്ക് അകത്ത് പോയി അന്വേഷിക്കാം. അവർ വാതിലിൽ മുട്ടി. ഷണ്ട പരിചാരകർ വന്ന് വാതിൽ തുറന്നു. രാജാവിനെയും മന്ത്രിയെയും വ്യാപാരിയെയും കണ്ട് പരിചാരകർ അമ്പരന്നുപോയി. അവരിലൊരാൾ കൊട്ടാരത്തിനുള്ളിലേക്ക് ഓടിപ്പോയി. വ്യാപാരിയുടെ പ്രൗഢപത്നി അന്തപുരത്തിൽ നിന്നും ഓടിയെത്തി. അവൾ സുൽത്താനെ വണങ്ങി സ്വാഗതം ചെയ്തു. സുൽത്താൻ അവളോട് മൃദുസ്വരത്തിൽ പറഞ്ഞു, സഹോദരി, കഴിഞ്ഞു പോയത് പോകട്ടെ. നമുക്കിപ്പോഴത്തെ കാര്യം ആലോചിച്ചാൽ മതി. നീ നിന്റെ പ്രിയതമനുമായി രഞ്ജിപ്പിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ നല്ലവനാണ്, സുന്ദരനായ ചെറുപ്പക്കാരൻ. അവന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നിന്നോടത്ത് വസിക്കുക. നിന്റെ മരിച്ചുപോയ പിതാവ് വളരെ ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹം തെറ്റുകൾ ചെയ്തിരുന്നില്ല. അങ്ങയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞയാണ്. അവളുടെ ഉത്തരം കേട്ട് സുൽത്താൻ സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു, ഞാൻ നിന്റെ ഭർത്താവിനെ എൻ്റെ പള്ളിയറ വിചാരിപ്പുകാരനാക്കിയിരിക്കുന്നു. അവന് എന്നോടൊത്ത് ജീവിക്കാം. ഇന്ന് രാത്രി ഞാൻ ആളെ അയക്കും. നീ വരണം. നിങ്ങളുടെ വിവാഹം നിയമാനുസാരം നടത്തി ആഘോഷിക്കാം. തൽക്കാലം ഞങ്ങൾ നിന്റെ പ്രിയതമനെ കൊണ്ടുപോകട്ടെ. മറ്റ് 2 മാനസിക രോഗികളുടെ കഥ കൂടി കേൾക്കാനുണ്ട്. ഇനി നീ ഇവൻ്റെ കണ്ണ് മൂടി കെട്ടരുത്. ഞാൻ ഇവന് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നു, മേലിൽ മറ്റൊരു സ്ത്രീ ഇവൻ്റെ കവിളിൽ ചുംബിക്കാൻ ഇടവരില്ല. ആദ്യത്തെ രോഗിയുടെ കഥ അങ്ങനെ സുഖകരമായി അവസാനിച്ചു. ഇനി രണ്ടാമത്തെ ഭ്രാന്തൻ്റെ കഥയിലേക്ക് കടക്കാം. എൻ്റെ കഥ കൂടുതൽ വിസ്മയാവഹമാണ്. ആ വ്യാപാരി തടവറയിൽ എത്തേണ്ടി വന്ന് സ്ത്രീകളുമായി അധികം സമ്പർക്കം പുലർത്താൻ പോയിട്ടാണല്ലോ. എന്നാൽ എൻ്റെ കാര്യം വ്യത്യസ്തമാണ്. ഞാൻ സ്ത്രീകളിൽ നിന്നും രക്ഷപ്പെടാൻ കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഞാനും ഒരു വ്യാപാരിയാണ്. എനിക്ക് ചന്തയിൽ ഒരു പീടികയുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ട പലതരം ആഭരണങ്ങളാണ് ഞാൻ വിറ്റഴിച്ചിരുന്നത്. ഈ കഥ തുടങ്ങുമ്പോൾ എനിക്ക് 16 വയസ്സേ ആയിരുന്നുള്ളൂ. എൻ്റെ സത്യസന്ധതയും നീതിബോധവും അന്തസ്സും കീർത്തി കേട്ടതായിരുന്നു. ഞാൻ ആഭരണങ്ങൾ വാങ്ങാനെത്തുന്ന സ്ത്രീജനങ്ങളോട് അതും ഇതും പറഞ്ഞ് കുഴയാറില്ല. പെൺകുട്ടികളെ മിഴിച്ചു നോക്കാറില്ല. മറ്റ് വ്യാപാരികൾ അവരുടെ മക്കളോട് പറയാറുണ്ട് എന്നെ കണ്ട് പഠിക്കാൻ. പ്രായമായ പെൺമക്കളുടെ അമ്മമാർ പലരും എനിക്ക് വിവാഹാലോചനയുമായി വരാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മ പറയും, അവന് പ്രായമായില്ല, എനിക്ക് ഒരു മകനേ ഉള്ളൂ, വരട്ടെ. അങ്ങനെ വിവാഹാലോചനകൾ നിരസിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ കണക്കുകൾ ശരിയാക്കുന്നതിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ഒരു നീഗ്രോ വനിത കടയിൽ വന്ന് ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്തു. അവൾ ചുറ്റും നോക്കിയിട്ട് ആരും കാണാതെ ഒരു കത്തെടുത്ത് നീട്ടി. എൻ്റെ യജമാനത്തി തന്നയച്ചതാണ്. അങ്ങയുടെ മറുപടി അറിയാൻ കാത്തിരിക്കുന്നു. ഞാൻ കത്തെടുത്ത് നോക്കി. അതൊരു സുന്ദരിയുടെ പ്രേമലേഖനമായിരുന്നു. എൻ്റെ സ്വഭാവം പരീക്ഷണ വിധേയമായ ഘട്ടം. ഞാനൊന്ന് നടുങ്ങി. ഞാൻ ആ കടലാസ് കഷ്ണം തുണ്ടം തുണ്ടമാക്കി കീറി ചവിട്ടി അരച്ചു. ആ നീഗ്രോ പെണ്ണിൻ്റെ ചെവിക്ക് പിടിച്ച് അവളുടെ ചെകിട്ടത്തൊന്നു കൊടുത്തു. അവൾ ഓടിപ്പോയപ്പോൾ ഉറക്കെ ഒരാട്ട് കൊടുക്കാനും മറന്നില്ല. ചുറ്റുമുള്ള കടക്കാർ
എൻ്റെ ദൃഢ സ്വഭാവത്തിൻ്റെ മഹിമയെ പുകഴ്ത്തി. അവനെ കണ്ട് പഠിക്കണം, അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇത് 16 വയസ്സിൽ നടന്ന കാര്യമാണ്. വർഷങ്ങളും മാസങ്ങളും കടന്നുപോയി. ഞാനൊരു പുരുഷനായി. അന്നും അവിവാഹിതനായിരുന്നു ഞാൻ. ക്രമേണ എനിക്ക് പ്രേമത്തിൽ വിശ്വാസം തോന്നി തുടങ്ങി. വിവാഹം കഴിക്കാൻ കലശലായ ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ സുന്ദരിയായ ഒരുവളെ വിവാഹം ചെയ്തു. ഒരു ദിവസം ഉച്ച സമയത്ത് ഞാൻ കടയിലിരിക്കുമ്പോൾ 6-7 പരിചാരികമാരുടെ അകമ്പടിയോടെ ഒരു യുവതി കയറി വന്നു. കൈപ്പടം മൈലാഞ്ചിയിട്ട് ചൂപ്പിച്ചിട്ടുണ്ട്. കറുത്തിരുണ്ട തലമുടി തോളിൽ വീണ് കിടന്നിരുന്നു. അവൾ ഒരു രാജ്ഞിയുടെ ഗൗരവത്തോടെ കടന്നുവന്ന് എന്നെ അഭിവാദ്യം ചെയ്തു. ഇവിടെ നല്ല സ്വർണ്ണാഭരണങ്ങളുണ്ടോ, വെള്ളിവളകളുണ്ടോ? ഞാൻ സകല ആഭരണങ്ങളും എടുത്ത് നിരത്തി കാണിച്ചു കൊടുത്തു. കാഞ്ചന തളകളാണ് അവൾക്ക് വേണ്ടത്. ഞാൻ പീടികയിൽ വെച്ച് ഏറ്റവും തൂക്കം കൂടിയതും വളരെ വില കൂടിയതുമായ കാൽത്തളകൾ എടുത്തു കാണിച്ചു. പക്ഷേ അവളുടെ നേർത്തു മിനുത്ത സുന്ദര പാദങ്ങൾ കിണങ്ങുന്ന തളകൾ എത്ര തിരഞ്ഞിട്ടും കിട്ടിയില്ല. സാരമില്ല, വേറെ ചിലതെടുക്കൂ. ഇടയിൽ ചോദിക്കട്ടെ, എനിക്ക് ആനക്കാലുകളാണുള്ളതെന്ന് വീട്ടുകാർ പറയുന്നത് ശരിയാണോ? ചോദ്യം കൊള്ളാം. എനിക്ക് രസിച്ചു. ഭവതിയുടെ കണങ്കാലുകൾ കടഞ്ഞെടുത്തതുപോലെ അതിമനോഹരങ്ങളാണ്. കണ്ടാൽ മാൻപേടകൾ അസൂയപ്പെടും. അതെയോ? അവൾ മധുരമായി പുഞ്ചിരി തൂകി. തളകളില്ലെങ്കിൽ പോകട്ടെ, നല്ല വളകളുണ്ടോ? ഞാൻ രത്നം പതിച്ച 2 വളകൾ എടുത്തു നീട്ടി. എൻ്റെ കയ്യിലിട്ട് നോക്കൂ. അവൾ കോമള കരങ്ങൾ നീട്ടിക്കാണിച്ചു. പരിചാരികമാർ അവളുടെ കൈത്തണ്ടയിലെ വസ്ത്രം നീക്കി. ഹാ, എത്ര മനോഹരമായി കൈത്തണ്ട! അരയന്നത്തിൻ്റെ കഴുത്ത് പോലെ, പളുങ്ക് പോലെ മാർദ്ദവമുള്ള ആ കൈത്തണ്ടകളും നീണ്ടു മെലിഞ്ഞ ആ വിരലുകളും കണ്ട് ഞാൻ അതിശയിച്ചു പോയി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പാകമാവുന്ന വളകൾ ആ നേർത്ത കൈത്തണ്ടയിലേക്ക് അധികമായിരുന്നു. നോക്കൂ, എൻ്റെ മുഴങ്കൈ കണ്ടാമൃഗത്തിൻ്റേത് പോലെയല്ലേ? എൻ്റെ വിരലുകൾ തടിച്ച് പരന്നിരിക്കുന്നില്ലേ? ഏയ്, അല്ലല്ല, ഭവതി ഒരു ഹൂറി തന്നെയാണ്. ഞാൻ അഭിനന്ദിച്ചു. ഓ, അപ്പോൾ അവർ പറയുന്നത് വാസ്തവമല്ല അല്ലേ? ശരി, എനിക്ക് ചില കണ്ടാഭരണങ്ങളാണ് ഇനി ആവശ്യം. ഞാൻ വില പിടിച്ച കണ്ടാഭരണങ്ങൾ എടുത്തു നിർത്തി. ഒരു പരിചാരിക അതീവ ശ്രദ്ധയോടെ അവളുടെ കഴുത്തിലെ കുടുക്കഴിച്ച് ആ മാല ഇടിയിച്ചു. ആ മാറിടത്തിലേക്ക് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. എനിക്ക് ലക്കില്ലാതാകുന്നതുപോലെ തോന്നി. എന്താ, മാല എൻ്റെ കഴുത്തിൽ ചാർത്തി നോക്കുന്നില്ലേ? കറുത്ത് രോമനിബിഡമായ മാറിടമല്ലേ എനിക്കുള്ളത്? അതോ അതും എന്നെപ്പറ്റി പറയുന്ന മറ്റൊരു അപവാദമാണോ? ഞാൻ വെറും ഒരെല്ലാണ്. ഉപ്പിലിട്ട മീൻ പോലെ ഉണങ്ങിയിരിക്കുന്നു. ആശാരിയുടെ പലക പോലെ പരന്നതാണ് എൻ്റെ മാറിടം എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. ഹോ, അതെല്ലാം അസൂയക്കാർ പറഞ്ഞ് പരത്തുന്നതാണ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആട്ടെ, എൻ്റെ അരയിലേക്ക് ഒരരഞ്ഞാണം തിരഞ്ഞെടുക്കൂ. ഞാൻ കമനീയമായ ഒന്നെടുത്ത് തിരഞ്ഞെടുത്തു കൊടുത്തു. നിങ്ങൾ തന്നെ എൻ്റെ അരയിൽ കെട്ടി നോക്കൂ, പാകമാകുമോ എന്നറിയണ്ടേ? ഞാനത് അവളുടെ അരയിൽ കെട്ടി നോക്കി. ഏറ്റവും ചെറുതുപോലും അവൾക്ക് പാകമാകുന്നില്ല. ചുരുക്കത്തിൽ അവൾക്ക് യോജിച്ച ഒരാഭരണവും എൻ്റെ കടയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അവളോട് ക്ഷമാപണം ചെയ്തു. അവർ പറയുന്നത് എനിക്ക് കൂനുണ്ടെന്നാണ്. എനിക്ക് മുൻവശത്തും പിൻവശത്തും കുടവയറുണ്ടത്രേ. എൻ്റെ അരക്കെട്ടിനെ പറ്റിയും വീട്ടിൽ നല്ല അഭിപ്രായമല്ല. അതെല്ലാം ഇരിക്കട്ടെ, കാതിലേക്കുള്ള രത്നവളയങ്ങളും മുടിവകച്ചിൽ അണിയാനുള്ള സീമന്തവും പറ്റിയതുണ്ടാകുമോ? അവൾ മുഖാവരണം മാറ്റി. 14-ാം രാവ് ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം, അവളുടെ കണ്ണുകളിലെ ബാബിലോൺ വജ്രങ്ങളും കവിൾത്തടത്തിലെ തുടുപ്പും പളുങ്ക് മുത്തുകൾ ഒളിച്ചിരിക്കുന്ന ആ വായയും കണ്ട് ഞാൻ ശ്വാസമടക്കി നിന്നു. അവൾ ഹൃദയം തുളയ്ക്കുന്ന ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ മുഖം ഭീകരമാണ്. നിറയെ വസൂരി കലകളുണ്ട്.
വലത്തെ കണ്ണിന് കാഴ്ചയില്ല. മൂക്ക് വൃത്തികെട്ടതാണ്. പല്ലുകൾ പൊട്ടിപ്പിളർന്നതാണ്. ചെവികൾ മടങ്ങിയതാണ്. തൊലി ചുളിഞ്ഞതാണ്. തലമുടി വിളർത്തിരിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് എന്നെക്കുറിച്ച് പറയാറുള്ളത്. ദൈവമേ, ഭവതിയുടെ സ്വർഗീയ സൗന്ദര്യം ഞാൻ എങ്ങനെ വർണ്ണിക്കും? എൻ്റെ വിസ്മയത്തിന് അതിരുണ്ടായിരുന്നില്ല. ആ മനോഹരി നീണ്ടു വിരിഞ്ഞ കണ്ണുകൾ കൊണ്ട് എന്നെ ആഞ്ഞൊരു കുത്തുകുത്തി. കഷ്ടം തന്നെ. എൻ്റെ പിതാവ് എന്താണ് എന്നെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ വിരൂപണിയായി ചിത്രീകരിച്ചത്. ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞ നിങ്ങളുടെ ദയയ്ക്ക് ഞാൻ നന്ദി പറയട്ടെ. പിതാവ് എന്നെ വഞ്ചിക്കുകയാണോ? അദ്ദേഹത്തിന് എന്തോ ഒരു തോന്നലാണ്. എല്ലാ സുന്ദര വസ്തുക്കളും അദ്ദേഹത്തിന് വികൃതമായി തോന്നുന്നുണ്ടാകും. എന്തായാലും എന്നെ കാണും തന്നെ എൻ്റെ പിതാവിന് വെറുപ്പാണ്. എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോലും അദ്ദേഹം തയ്യാറാണ്. ആരാണ് മനോഹരി ആ പിതാവ്? ഷെയ്ഖ് അൽ ഇസ്ലാം. അവൾ മറുപടി പറഞ്ഞു. ഞാൻ വികാരഭരിതനായി അവളോട് പറഞ്ഞു, വിൽക്കുകയോ? അദ്ദേഹം ഭവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? അയ്യയ്യോ, അദ്ദേഹം മഹാകണിശക്കാരനാണ്. എന്നെ ഒരു ഭീകര ജന്തുവായിട്ടാണ് ഗണിക്കുന്നത്. താങ്കളെപ്പോലുള്ള ഒരു യുവസുന്ദരന് എന്നെ വിവാഹം ചെയ്തു തരില്ല. പിതാവിൻ്റെ സമ്മതം വാങ്ങാൻ ശ്രമിച്ചിട്ട് കാര്യവുമില്ല. എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം. അപ്പോൾ അവൾ തുടർന്നു. നിങ്ങൾ വിവാഹാലോചനയുമായി പിതാവിനെ സമീപിച്ചാൽ അദ്ദേഹം പറയും, മകനെ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ. അറിയാമോ, എൻ്റെ മകൾ ഞുണ്ടിയാണ്, കൂനിയാണ്. ഉടനെ നിങ്ങൾ പറയണം, ആയിക്കൊള്ളട്ടെ, എനിക്കവൾ മതി. അപ്പോൾ അദ്ദേഹം പറയും, അവൾക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ല, ചെവി മുറിഞ്ഞതാണ്, മുടന്തിയാണ്, കൂനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയിൽ കയറി പറയണം, എനിക്ക് തൃപ്തിയാണ്. പിന്നെയും അദ്ദേഹം പറയും, അവൾക്ക് മീശയുണ്ട്, കുടവയറുണ്ട്, ഒരു കൈ ചെറുതാണ്, ഇടത്തെ കണ്ണിൽ പാടയുണ്ട്, പല്ലുകൾ പൊട്ടിയതാണ്, മുഖം മുഴുവൻ കുരുക്കളാണ്, വസൂരി കലകൾ കൊണ്ട് ഭീകരമാണ്, കഷണ്ടിത്തലയുണ്ട്. അപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് പറയണം, എനിക്ക് അവളെ തന്നെ മതി. ആ സൗന്ദര്യ തിടമ്പനെക്കുറിച്ച് അത്തരം അഭിപ്രായങ്ങൾ കേൾക്കുക തന്നെ ദുസ്സഹമായിരുന്നു. പക്ഷേ ആ വൃദ്ധനെ ജയിക്കാൻ പോംവഴി അതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് ശക്തി നൽകട്ടെ. എന്നാണ് ഞാൻ ആ വൃദ്ധനെ സന്ദർശിക്കേണ്ടത്? നാളെ രാവിലെ. അവൾ യാത്ര പറഞ്ഞ് തോഴിമാരോടൊത്ത് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഞാൻ ഷെയ്ഖിൻ്റെ വീട് അന്വേഷിച്ച് അങ്ങോട്ട് കയറി ചെന്നു. അദ്ദേഹം ദയയോടെ എന്നെ സ്വീകരിച്ചിരുത്തി. ഷെയ്ഖിൻ്റെ രൂപം ഞാൻ ശ്രദ്ധിച്ചു. വെളുത്ത മഞ്ഞ് പോലുള്ള താടിയും കണ്ണുകളിലെ നിരാശയും ശ്രദ്ധേയമായിരുന്നു. ആ വിചിത്ര ഭാവനക്കാരനെ ഞാൻ വീണ്ടും വീണ്ടും വണങ്ങി. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ വന്നത് അങ്ങയുടെ വീട്ടിലിരിക്കുന്ന ആ മുത്തിനെ, അങ്ങയുടെ പുത്രിയെ വിവാഹം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. വൃദ്ധൻ്റെ ഇരുണ്ട മുഖം വിളർത്ത് മങ്ങിയായി. കുറേ നേരം അദ്ദേഹം താഴേക്ക് നോക്കിയിരുന്നു. പിന്നീട് തല ഉയർത്തി അവൾ പറഞ്ഞതുപോലെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ഇടയ്ക്ക് കയറി, എനിക്ക് തൃപ്തിയാണ്, എനിക്ക് അവളെ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഷെയ്ഖിന് മനസ്സിലായി ഞാൻ അവളിൽ അനുരക്തനാണെന്ന്. അയാൾ അതിശയത്തോടെ എന്നെ ഉറ്റുനോക്കി. ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ ഭ്രാന്തമായ ചൂടുവെപ്പ് കണ്ടു. ഞാൻ വിസ്മയിക്കുന്നു. അവസാന വൃദ്ധൻ എനിക്ക് വിവാഹത്തിനുള്ള അനുമതി നൽകി. അന്ന് രാത്രി തന്നെ വിവാഹ നിശ്ചയം നടത്തി. കരാറിൽ വധുവിൻ്റെ എല്ലാ തരത്തിലുമുള്ള അയോഗ്യതകളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിവാഹമോചനം ചെയ്താൽ 25,000 സ്വർണ്ണ നാണയം പകരം നൽകണമെന്നും നിബന്ധനയുണ്ടായിരുന്നു. ഏത് നിബന്ധനയ്ക്കും ഞാനപ്പോൾ തയ്യാറായിരുന്നു. ഇവിടെ വെച്ച് തന്നെ വിവാഹാഘോഷം നടത്തിയാൽ മതി. നിങ്ങളുടെ വധുവിന് എങ്ങോട്ടും പോകാനുള്ള ബലമില്ല. എനിക്ക് കൂടുതൽ സന്തോഷമായി.
രാത്രിയാകുന്നതുവരെ ഞാൻ ഒരുവിധം കഴിച്ചുകൂട്ടി. വല്ലാത്ത ഹൃദയത്തുടിപ്പോടു കൂടിയാണ് ഞാൻ മണിയറയിൽ കാലുകുത്തിയത്. ചെന്നുടൻ വധുവിൻ്റെ മുഖാവരണം മാറ്റി നോക്കി. ദൈവമേ, ഈ പിശാചിനെ ഓടിക്കണേ! ഹോ, ഞാൻ എന്തൊരു കാഴ്ചയാണ് കണ്ടത്! ഭീകര വിരൂപിണിയായ ഒരുവൾ. മുഖത്ത് നോക്കാൻ വയ്യ, കണ്ടാൽ ഓക്കാന വരും. ആ ദുഷ്ടയുവതി വർണ്ണിച്ചതിലും എത്രയോ ഇരട്ടി വിരൂപിണിയാണിവൾ. വൈരൂപ്യത്തിൻ്റെ അവതാരമൂർത്തി. ആ കാഴ്ച ഓർത്താൽ ഞാൻ ഇപ്പോഴും ഛർദ്ദിച്ചു പോകും. അങ്ങനെ ജീവിതത്തിൽ മനുഷ്യൻ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വൈരൂപ്യമുള്ള ഒരുവളെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ഞാൻ ആ മുറിയുടെ ഒരു മൂലയിൽ ചെന്നിരുന്നു. രാത്രി മുഴുവൻ ദുസ്സഹമായ വേദനയോടെ സംഭ്രമത്തോടെ കഴിച്ചുകൂട്ടി. എന്താണൊരു മറുമരുന്ന്? വിഡ്ഢിയെപ്പോലെ, ഒരു പന്നിയെപ്പോലെ ഞാൻ മുരണ്ടു. എനിക്ക് തൃപ്തിയാണ്, തൃപ്തിയാണ്. കഷ്ടം! ഞാൻ എൻ്റെ വിരലുകൾ കടിച്ചു പൊട്ടിച്ചു. ഏതോ തടവ് മുറിയിലാണ് ഞാൻ. നേരം പുലർന്നയുടനെ ഞാൻ ആ സ്ഥലം വിട്ടു. സ്നാനമന്ദിരത്തിൽ പോയി തേച്ച് കുളിച്ച് പീടികയിലേക്ക് പോയി. അമിതമായി വീഞ്ഞു കുടിച്ചവനെ പോലെ ലക്കില്ലാതെ തലയും കുനിച്ച് തൂങ്ങിയിരുന്നു. സ്നേഹിതന്മാരും പരിചിതരും എൻ്റെ ചുറ്റും കൂടി. അവർ എന്നെ അനുമോദിച്ചു. വിവാഹം പ്രമാണിച്ച് അവർക്ക് സർബത്തും മധുര പലഹാരവും കൊടുക്കാത്തതിന് പഴി പറഞ്ഞു. പെണ്ണിനെ കിട്ടിയപ്പോൾ ചങ്ങാതികളെ മറന്നു അല്ലേ? എന്നാലും നിനക്ക് ഞങ്ങളുടെ സുഖാശംസകൾ. അവർ എന്നെ പരിഹസിക്കുകയാണോ അതോ അഭിനന്ദിക്കുകയാണോ? എനിക്ക് മനസ്സിലായില്ല. ഉച്ചയായപ്പോഴേക്കും സ്നേഹിതന്മാരെല്ലാം പിരിഞ്ഞു. അതാ വരുന്നു ആ സുന്ദരി, എന്നെ പറ്റിച്ച കേമതി. അവളുടെ അന്നനടയും പുഞ്ചിരിയും കണ്ട് മറ്റു വ്യാപാരികൾ അവളെ കാണുവാൻ തിരക്കൂട്ടി. അവളൊരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കിയായി എൻ്റെ പീടികയിലേക്ക് കയറി വന്നു. എന്നെ അനുമോദിക്കുകയാണ് ആദ്യം ചെയ്തത്. എനിക്കാകെ ഭ്രാന്ത് പിടിച്ച പോലെയായി. കലശലായ കോപം തോന്നി. ഞാൻ അവളെ ആവുന്നത്ര ശകാരിച്ചു. എല്ലാം കേട്ട് ഒരു ക്ഷോഭവും കൂടാതെ അവൾ പോകാൻ പുറപ്പെട്ടു. ആ സുന്ദരിയെ പിണക്കി അയക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ അവളോട് മാപ്പ് ചോദിച്ചു. എങ്ങനെയെങ്കിലും എന്നെ ആ വൃത്തികെട്ട വിവാഹബന്ധത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം. ക്ഷമിക്കൂ, നിങ്ങളെ ആ സാധു സ്ത്രീയിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം. താങ്കൾ നഗരവാതിൽക്കൽ ചെന്ന് അവിടെയുള്ള സർക്കസ് കളിക്കാരെയും വിദൂഷകരെയും നർത്തകരെയും സംഗീതവാദി വിദഗ്ധരെയും തമാശക്കാരെയുമെല്ലാം കൂട്ടിക്കൊണ്ട് ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ മതി. എല്ലാം സ്വന്തക്കാരെന്നേ പറയാവൂ. കാര്യം ശരിയാകും. അവളുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ആ പറഞ്ഞ കൂട്ടരെയെല്ലാം വിളിച്ചുകൂട്ടി. ആ അസാധാരണ ഘോഷയാത്രയോടൊപ്പം ഞാനും നടന്നു. ആദ്യം 4 അഭ്യാസികൾ തല കുത്തി നടന്നു. പിന്നിൽ കയറിന്മേൽ വിരൽ തുമ്പുകൾ ഊന്നി നടക്കുന്ന 4 വിദഗ്ധന്മാർ. പിറകിൽ കുരങ്ങന്മാർ, കരടികൾ, വിദൂഷകന്മാർ, പാട്ടുകാർ, നൃത്തക്കാർ, അങ്ങനെ പല തരക്കാരുടെ ഘോഷയാത്ര. കോലാഹലം കേട്ട് ഷെയ്ഖ് അൽ ഇസ്ലാം പുറത്തു വന്നു. എന്താണിത്? നീയൊരു സർക്കസുകാരൻ്റെ മകനാണോ? ഈ അലവലാദികളൊക്കെ നിന്റെ ബന്ധുക്കളാണോ? ഷെയ്ഖ് കടുത്ത നീരസത്തോട് ചോദിച്ചു. അങ്ങയുടെ പുത്രിയെ ആദരിക്കാനാണ് ഞാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കെൻ്റെ കുടുംബക്കാരെ മറക്കാനാവില്ല. രക്തബന്ധം വലുതാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ വിവാഹ കരാർ അസാധുവാണ്. അതിൽ നിന്റെ കുടുംബത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള വിവരമാണ് നീ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിനക്ക് ഈ വീട്ടിൽ പാർക്കാനാവില്ല. ആളുകളറിഞ്ഞാൽ എൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. ഇല്ല, ഇറാഖ് മുഴുവൻ എനിക്ക് ദാനം ചെയ്താൽ ഞാൻ വിവാഹമോചനം നടത്തില്ല. എനിക്കവളാണ് എല്ലാറ്റിലും വലുത്. ബലമായി വിവാഹമോചനം ചെയ്യിക്കുന്നത് വിശുദ്ധ പുസ്തകത്തിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖിൻ്റെ പത്തി താഴ്ന്നു. അയാൾ വിവാഹം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങി. അവസാനം ഞാൻ സന്തോഷം പുറത്തു കാണിക്കാതെ വിവാഹമോചനത്തിന് തയ്യാറായി. അങ്ങനെ വിവാഹമോചനം ചെയ്തത് അവളുടെ പിതാവിൻ്റെ നിർബന്ധം കൊണ്ടാകയാൽ എനിക്ക് സ്ത്രീധനം നഷ്ടപ്പെട്ടില്ല. ഞാൻ മനസ്സമാധാനത്തോടെ സന്തോഷം ഒതുക്കി പിടിച്ച് ഉടനെ സ്ഥലം വിട്ടു. പീടികയിലെത്തിയപ്പോൾ
അവൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സംഭവങ്ങൾ വിവരിച്ചു. ഞങ്ങൾ പൊട്ടി പൊട്ടി ചിരിച്ചു. അവൾ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്ക് ഒരുമിച്ച് കൂടിയാലെന്താ? ഭവതിയുടെ വീട്ടിലോ എൻ്റെ പീടികയിലോ? തിരക്ക് പിടിച്ചാലോ? ചില ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? ലില്ലിപ്പൂവിന് വെണ്മ വേണം, പനിനീർ പൂവിന് ചന്തം ചാർത്തണം. എൻ്റെ കടയിൽ രണ്ടിനും ഇടമുണ്ട്. പോരെങ്കിൽ എൻ്റെ മനസ്സിൽ എത്ര സ്ഥലം കിടക്കുന്നു. എൻ്റെ മൊഴി കേട്ട് അവൾ ചിരിച്ചു മറിഞ്ഞു. പണ്ടത്തേക്കാൾ തെളിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാഷയും സങ്കല്പവുമൊക്കെ. അവൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്ന് രാത്രി ഞാൻ അവളുടെ വീട്ടിൽ പരമാനന്ദത്തോടെ കഴിഞ്ഞു. രാവിലെ കാതിയെ വരുത്തി ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. 30 ദിവസം അങ്ങനെ അറിയാതെ കടന്നുപോയി. അവൾക്ക് എന്നിലുള്ള ആഗ്രഹം കുറഞ്ഞു തുടങ്ങി. സദാ ആളിക്കത്തുന്നവളാണ് അവൾ. ഞാൻ കെട്ടു തുടങ്ങിയ തീയും. ഒരു രാത്രി അവൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വിശ്രമമാണ് വേണ്ടത്. വിശ്രമം. അവൾ ആക്ഷേപസ്വരത്തിലാണ് പറഞ്ഞത്. സ്നേഹശൂന്യമായ ആ പരിഹാസ വാക്കുകൾ കേട്ട് ഞാൻ ബോധശൂന്യനായി. പിന്നെ ഞാൻ ഉണർന്നപ്പോൾ ഈ ഭ്രാന്താലയത്തിലാണ്. ഞാൻ അമ്പരപ്പോടെ കാവൽക്കാരോട് കാര്യം തിരക്കി. അവർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വിശ്രമമാണ് വേണ്ടത്. വിശ്രമം. എൻ്റെ വിശ്രമം കഴിഞ്ഞു. ഞാനിപ്പോൾ ബലവാനാണ്. അവൾ എന്നെ സ്വീകരിക്കുമോ? അവളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? കഥ കേട്ട് സുൽത്താൻ അതിശയിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ നിന്നെ മോചിപ്പിക്കാം. നിനക്ക് ആ വധുവിൻ്റെ വീടറിയാമോ? കണ്ണ് കെട്ടിയാൽ പോലും ക്ഷണം കൊണ്ട് എനിക്ക് അവിടെ എത്താൻ കഴിയും. സുൽത്താൻ അവൻ്റെ ചങ്ങലകൾ അഴിച്ചു. സുൽത്താനും മന്ത്രിയും കൂടി ആ യുവാവിനെയും കൊണ്ട് നടന്നു. ഒരു കൊട്ടാരത്തിലാണ് അവർ എത്തിച്ചേർന്നത്. കൊട്ടാരം കണ്ട ഉടനെ സുൽത്താൻ പറഞ്ഞു, അല്ല, ഇത് പഴയ സുൽത്താൻ്റെ മൂന്നാമത്തെ പുത്രിയുടെ ഗൃഹമല്ലേ? വല്ലാത്തൊരു വിധി തന്നെ. പിരിഞ്ഞു പോയവരെ ഒന്നിച്ചു ചേർക്കുന്ന അല്ലാഹുവിന് സ്തുതി. സുൽത്താനെ കണ്ടയുടനെ അവൾ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചുംബിച്ചു. സുൽത്താൻ പറഞ്ഞു, സഹോദരി, ഞാൻ ഇവനെ എൻ്റെ രണ്ടാമത്തെ പള്ളിയറ വിചാരിപ്പുകാരനായി നിയമിച്ചിരിക്കുന്നു. നീ ഇവനോടൊത്ത് ജീവിക്കണം. മുമ്പ് ചെയ്തതുപോലെ ഭ്രാന്തനാക്കരുത്. ഇവൻ നിനക്ക് സംതൃപ്തി നൽകാൻ പ്രാപ്തനാണ്. എങ്കിൽ അവിടുത്തെ കൽപ്പന ഞാൻ അനുസരിച്ചുകൊള്ളാം. അവൾ ശിരസ് കുനിച്ചു. അങ്ങനെ സുൽത്താൻ്റെ കാരുണ്യം കൊണ്ട് ഭ്രാന്താലയം ശൂന്യമായി. ഒട്ടും താമസിക്കാതെ ഷെഹർസാദ് രാജകുമാരി അടുത്ത കഥയിലേക്ക് കടന്നു. പണ്ട് പണ്ട് ബസ്രായിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം പാവങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നു. പ്രജകളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിന് സർവപ്രധാനം. സുലൈമാൻ ഇസൈനിയുടെ മകനായ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹത്തിന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഒരാൾ അൽ മുഈൻ, മറ്റേയാൾ അൽ ഫാദിൽ. അൽ ഫാദിൽ വളരെ ദയാലുവും നീതിമാനുമാകിയാൽ അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു. അൽ മുഈൻ എല്ലാവരെയും വെറുക്കുന്ന ഒരുവനായിരുന്നു. ആരുടെയും നന്മയെ അയാൾ വകവച്ചിരുന്നില്ല. ഒരു ദിവസം മുഹമ്മദ് രാജാവ് അൽ ഫാദിലിനോട് കൽപ്പിച്ചു, എനിക്കൊരു അടിമ പെണ്ണിനെ വേണം. സൗന്ദര്യത്തിൽ അവളോട് കിടനിൽക്കത്തക്ക മറ്റൊരു യുവതി ആ പ്രായത്തിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല സ്വഭാവവും ഉള്ളവളായിരിക്കണം. രാജാവ് 10,000 പവനും കൊടുത്തു അങ്ങനെ ഒരുത്തിയെ വാങ്ങിക്കാൻ. അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടാൽ കൊണ്ടുവരാൻ മന്ത്രി ദല്ലാളന്മാരെ ചട്ടം കെട്ടി. കുറേ ദിവസം കഴിഞ്ഞിട്ടും കാര്യം നടന്നില്ല. ഒരു ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങ് ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു സ്ത്രീ വന്നിരിക്കുന്നു. എനീസൽ ജലീസ് എന്നാണ് അവളുടെ പേര്. മന്ത്രി അവളെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അവളൊരു മോഹിനി തന്നെയായിരുന്നു. നല്ല ദേഹസൗകുമാര്യം, കറുത്ത പുരികക്കൊടികൾ, മിനുത്ത മൃദുലമായ കവിൾത്തടം. അവളുടെ ചുണ്ടിൽ തേൻ കിനിയുന്നതായി തോന്നുമായിരുന്നു. തോട്ടത്തിലെ പൂക്കളിൽ കൂടി കടന്നു പോകുന്ന കാറ്റിനേക്കാൾ മൃദുലമായിരുന്നു അവളുടെ സംഭാഷണം. അവൾ കടാക്ഷിച്ചാൽ വീഞ്ഞു കുടിക്കുന്ന ലഹരി കിട്ടും. മന്ത്രി ചോദിച്ചു, ഇവൾക്ക് എന്ത് വില നൽകണം? ദല്ലാൽ പറഞ്ഞു, 10,000 പവനിൽ കുറയാൻ പാടില്ല. അവൾ തിന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ വില നോക്കിയാൽ അതിലും കൂടും.
അവളുടെ വസ്ത്രങ്ങളുടെ വിലയോ? അവളുടെ അധ്യാപകർക്ക് നൽകിയ പ്രതിഫലമോ? അവൾ പണ്ഡിതയാണ്. വ്യാകരണവും നിയമവും അവൾക്ക് കടുകട്ടിയാണ്. സകല സംഗീതോപകരണങ്ങളും വിദഗ്ധമായി പ്രയോഗിക്കാൻ അവൾക്കറിയാം. ദല്ലാൾ അവളുടെ ഉടമസ്ഥനെ കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ ഒരു വിദേശിയായിരുന്നു. 10,000 പവൻ വാങ്ങി അയാൾ അവളെ വിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സുൽത്താന് ഇവളെ കാഴ്ചവെക്കാൻ വരട്ടെ. നാട് മാറിയതുകൊണ്ട് ഇവൾക്ക് കുറച്ച് അസുഖങ്ങളുണ്ട്. 10 ദിവസം അവളെ ഇവിടെ വിശ്രമിപ്പിച്ചിട്ട് പിന്നീട് നല്ല വില പിടിച്ച വസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുൽത്താന് കാഴ്ചവെക്കൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഭാഗ്യമുണ്ടാകും. മന്ത്രി അതനുസരിച്ച് അവൾക്ക് ഒരു മുറി ഒഴിച്ചു കൊടുത്തു. അൽഫാദിന് അതിസുന്ദരനായ ഒരു മകനുണ്ടായിരുന്നു. പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചിരുന്ന ആ മകനെ അൽഫാദിന് പേടിയായിരുന്നു. അവൻ ഏത് പെൺകുട്ടിയെ കണ്ടാലും വശീകരിക്കും. അതുകൊണ്ട് അവളോട് പുറത്തു വരാതെ, മകൻ കാണാതെ മുറിയിൽ കഴിയണമെന്ന് മന്ത്രി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഒരു ദിവസം കുളി കഴിഞ്ഞു വന്ന അവളെ വേലക്കാരികൾ ചമയിച്ചൊരുക്കി. അവൾ മന്ത്രിയുടെ ഭാര്യയുടെ സമീപത്ത് ചെന്ന് അവരുടെ കൈ പിടിച്ച് ചുംബിച്ചു. മന്ത്രിയുടെ ഭാര്യ അവളെ ഒരു രഹസ്യമുറിയിലിരുത്തി. കാവലിന് 2 ദാസികളെ നിർത്തി കുളിക്കാൻ പോയി. അപ്പോഴാണ് മന്ത്രികുമാരൻ ആലി നൂറുദ്ദീൻ അമ്മയെ അന്വേഷിച്ച് അവിടെ എത്തിയത്. അമ്മ കുളിമുറിയിലാണെന്ന് ദാസികൾ പറഞ്ഞു. ശബ്ദം കേട്ട് എനീസൽ ജലീസ് ആലി നൂറുദ്ദീനെ കാണാനുള്ള ആശയാൽ എത്തിനോക്കി. 2 പേരും പരസ്പരം കണ്ട് മോഹിതരായി. നൂറുദ്ദീൻ ദാസിമാരെ അടിച്ചോടിപ്പിച്ച് അവളുടെ മുറിയിൽ കയറി. നിന്നെയാണല്ലേ പിതാവ് എനിക്ക് വേണ്ടി വാങ്ങിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളെ കെട്ടിപ്പുണർന്ന് ചുംബിച്ചു. അപ്പോഴേക്കും ദാസിമാർ മന്ത്രിയുടെ ഭാര്യയെ വിളിച്ചു. അത് കേട്ട് പേടിച്ച് നൂറുദ്ദീൻ ഓടിപ്പോയി. മന്ത്രി പത്നി എനീസൽ ജലീസിനോട് ചോദിച്ച് നടന്നതെല്ലാം മനസ്സിലാക്കി. ഭർത്താവ് അറിഞ്ഞാൽ മകന്റെ കഥ കഴിക്കും. മന്ത്രി പത്നിക്ക് ഭയം തോന്നി. അതിനിടയിൽ വിവരമറിഞ്ഞ മന്ത്രി തലക്കിട്ട് തല്ലി കരയാൻ തുടങ്ങി. അൽമൂയിൻ അൽഫാദിന്റെ ശത്രുവാണ്. അയാൾ ഇതറിഞ്ഞാൽ തൻ്റെ കഥ കഴിയുമല്ലോ എന്നോർത്താണ് മന്ത്രി കരഞ്ഞത്. പുത്രൻ സുന്ദരനായതുകൊണ്ട് അയാൾ കിണങ്ങുന്ന അവളെവിടെ കരുതിക്കൂട്ടി താമസിപ്പിച്ചതാണെന്നെല്ലാം പൊടിപ്പും തൊങ്ങലും ചേർത്ത് രാജാവിന് ധരിപ്പിക്കും. പിന്നെ സത്യസന്ധനും നീതിമാനുമായി താൻ എങ്ങനെ മനുഷ്യരുടെ മുഖത്തു നോക്കും? രാജാവ് ഇതറിഞ്ഞാൽ എന്നെ കൊല്ലും. മന്ത്രിയുടെ ഭാര്യ വിവശനായ ഭർത്താവിനെ സംഗതി ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. നൂറുദ്ദീൻ പേടിച്ച് പിതാവിനെ കാണാതെ കുറേ ദിവസം കഴിച്ചുകൂട്ടി. ഒരു ദിവസം മന്ത്രിയോട് ഭാര്യ പറഞ്ഞു, നിങ്ങളിങ്ങനെ തുടർന്നാൽ അവൻ നാട് വിട്ടു പോകും. അവളെ അവന് കൊടുക്കൂ. അവർ പരസ്പരം അനുരക്തരാണ്. അവളുടെ വില ഞാൻ നിങ്ങൾക്ക് തരാം. അന്ന് രാത്രി മന്ത്രി മകന്റെ വരവ് കാത്തിരുന്നു. ഉടനെ കൊല്ലാനാണ് തോന്നിയത്. എന്നാലും മകനല്ലേ, അതിലും വലുതല്ലല്ലോ സ്വത്തും അഭിമാനവും. എന്തും വരട്ടെ എന്ന് കരുതി അവളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ ഒരു കരാറുണ്ടായിരുന്നു, അവളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. രാജാവ് അടിമപ്പെണ്ണിന്റെ കാര്യം തന്നെ മറന്നു. പക്ഷേ അൽമൂയിൻ എല്ലാം അറിഞ്ഞിരുന്നു. അൽഫാദിനെ രാജാവിന് വലിയ മതിപ്പായിരുന്നുകൊണ്ട് അൽമൂയിൻ ഒന്നും മിണ്ടാതെ അവസരം കാത്തിരുന്നു. 1 വർഷം കഴിഞ്ഞു. അൽഫാദിൽ രോഗബാധിതനായി കിടപ്പായി. രോഗം മൂർച്ഛിച്ചു. നൂറുദ്ദീനെ വിളിച്ച് ആ പിതാവ് ഉപദേശങ്ങൾ കൊടുത്തു. എനീസൽ ജലീസിനോട് ദയോടെ പെരുമാറണമെന്ന് പ്രത്യേകം പറഞ്ഞു. മന്ത്രി പിന്നെ അധികം ദിവസം കിടന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് ജനങ്ങൾ കരഞ്ഞു. ശവസംസ്കാരം കേമമായി നടത്തി. അൽമുയിനും പങ്കെടുത്തിരുന്നു. പിതാവിൻ്റെ മരണം നൂറുദ്ദീനെ ദുഃഖത്തിലാഴ്ത്തി. ഒരു ദിവസം ഒരാൾ വന്ന് നൂറുദ്ദീനോട് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ്. നീ ഇനി കരയാതെ സന്തോഷകരമായ ജീവിതം നയിച്ചുകൊള്ളൂ. ക്രമേണ നൂറുദ്ദീൻ്റെ ദുഃഖം മാഞ്ഞുപോയി. അയാൾ മറ്റുള്ളവരുമായി കൂട്ടുകൂടി കണ്ടമാനം പണം ചെലവ് ചെയ്യാൻ തുടങ്ങി. വേലക്കാരും കാര്യസ്ഥന്മാരും മറ്റും ഉപദേശിച്ചിട്ടും നൂറുദ്ദീൻ തൻ്റെ ദൂർത്ത് നിർത്തിയില്ല.
ആരെന്ത് ചോദിച്ചാലും അത് കൊടുക്കും. അങ്ങനെ എല്ലാം നശിച്ചു തുടങ്ങി. ആ അടിമ പെൺകുട്ടിയും പറഞ്ഞു, ഒടുവിലങ്ങ് ഒറ്റയാകും. ആര് ചെവി കൊള്ളാൻ? നൂർദീൻ്റെ കയ്യിലെ പണം തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം പിരിഞ്ഞുപോയി. അയാൾ ഏകനായി. ഗതിയില്ലാതായ അവൻ കൂട്ടുകാരെ സമീപിച്ചു. പക്ഷേ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം എല്ലാ വഴിയും മുട്ടിയപ്പോൾ ജലീസ് പറഞ്ഞു, എന്നെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കൂ. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവൻ അതിന് തീരെ സമ്മതമില്ലായിരുന്നു. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൻ അവളെ ചന്തയിൽ കൊണ്ടുപോയി. അവളെ കൊടുത്ത ദല്ലാളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിൽപ്പന ചരക്കുകളായ അടിമ പെൺകുട്ടികളുടെ തിരക്കായിരുന്നു ചന്തയിൽ. അബിസീനിയക്കാർ, തുർക്കിക്കാർ, ഗ്രീക്കുകാർ, അങ്ങനെ പല രാജ്യക്കാരായ അടിമകൾ. സൗന്ദര്യം കൊണ്ട് കൂടുതൽ തിളങ്ങിയിരുന്ന എനീസൽ ജലീസിനെ 4500 പവന് ഒരാൾ ലേലം വിളിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അൽമുയിൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ദല്ലാളെ വിളിച്ച് കൂടുതൽ പണം നൽകി അവളെ കച്ചവടമാക്കി. 500 പവൻ ദല്ലാളിന് കൊടുത്തു. അവളെ വാങ്ങണമെന്ന് മോഹിച്ച് നിന്നവരെല്ലാം അൽമുയിനെ പേടിച്ച് ഒന്നും മിണ്ടിയില്ല. ദല്ലാളിന് അൽമുയിൻ്റെ കൗശലം നന്നായി അറിയാമായിരുന്നു. അയാൾ നൂർദീനോട് രഹസ്യമായി പറഞ്ഞു, ഇയാൾക്ക് വിറ്റാൽ നിനക്ക് നാശമേ ഉണ്ടാകൂ, നിന്റെ പൈസ പോലും കിട്ടില്ല. ദല്ലാൾ ഒരു ഉപായം നിർദ്ദേശിച്ചു. ഒന്നും അറിയാത്തവനെ പോലെ നൂർദീൻ അവളുടെ ചെകിട്ടത്തടിക്കണം. നിന്നോട് ആര് പറഞ്ഞു ചന്തയിൽ വരാൻ എന്ന് ചോദിച്ചുകൊണ്ട്. നൂർദീൻ അപ്രകാരം തന്നെ ചെയ്തു. അവളെ കൊണ്ടുപോകാനായി പിടിച്ചു വലിച്ചു. മന്ത്രി വഴക്കിനെത്തി. 2 പേരും കൂടി കശപിശിയായി. ഒരാൾ മന്ത്രി, മറ്റവൻ മന്ത്രിയുടെ മകൻ. ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നാം വിഡ്ഢികളാകും എന്ന് പറഞ്ഞ് എല്ലാവരും പിന്മാറി. നൂർദീൻ മന്ത്രിയെ അടിച്ചു വീഴ്ത്തി പെണ്ണിനെയും കൊണ്ട് സ്ഥലം വിട്ടു. മന്ത്രിയുടെ വസ്ത്രമാകെ ചോരയിൽ കുതിർന്നു. മണ്ണ് പുരണ്ട് ചീത്തയായി. അയാൾ ഒരു പായക്കഷ്ണമെടുത്ത് കഴുത്തിൽ കെട്ടി സുൽത്താന്റെ രാജധാനിയോട് കീഴെ വന്ന് നിലവിളിച്ചു. സുൽത്താന് മന്ത്രിയുടെ നില കണ്ട് ദുഃഖം തോന്നി. ആരാണ് ഈ പണി ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു. മന്ത്രി പറഞ്ഞു, ഞാൻ ഇന്ന് ചന്തയിൽ പോയതാണ്. അവിടെ അടിമ പെൺകുടികളുടെ ഇടയിൽ അങ്ങേക്ക് വേണ്ടി നൂർദീൻ്റെ പിതാവ് 10,000 പവൻ കൊടുത്ത് വാങ്ങിയിരുന്ന അടിമ പെണ്ണുമുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം കണ്ട് മന്ത്രി തൻ്റെ മകന് അവളെ വിവാഹം ചെയ്തു കൊടുത്തതാണ്. പിന്നീട് മന്ത്രി മരിച്ചു. മുടിയനായ പുത്രൻ എല്ലാം നശിപ്പിച്ചു. അവൻ അവസാനം അവളെ വിൽക്കാനായി കൊണ്ടുവന്നു. ഞാൻ 4500 പവന് അവളെ ലേലം വിളിച്ചു. ഉടനെ നൂർദീൻ എൻ്റെ നെരച്ചാടി. എടാ നെറികെട്ടവനെ, നിനക്ക് ഞാൻ ഇവളെ തരില്ല. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്താലും നിനക്ക് തരില്ല. ഞാൻ അവനോട് കേണ് പറഞ്ഞു, ഇവളെ സുൽത്താന് കൊടുക്കാനാണ്, ദയവായി വിട്ടുതരണമെന്ന്. ഉടനവൻ കോപിച്ച് എന്നെ കുതിരപ്പുറത്തു നിന്ന് താഴെ വലിച്ചിട്ട് തല്ലി. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അങ്ങേക്ക് വേണ്ടിയാണ് അവളെ ആവശ്യപ്പെട്ടത്. സുൽത്താൻ മന്ത്രിയുടെ വാക്കുകൾ അപ്പാടെ വിശ്വസിച്ചു. നൂർദീനെയും ജലീസിനെയും പിടിച്ച് തറയിൽ കൂടി വലിച്ചഴിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. അൽഫാദിനെ സ്നേഹിച്ചിരുന്ന ഒരു സൈനികൻ ഇതെല്ലാം കേട്ടുനിന്നിരുന്നു. അയാൾ നൂർദീനെ ഉടൻ തന്നെ വിവരമറിയിച്ചു. അവർക്ക് രക്ഷപ്പെടാനാവശ്യമായ പണവും അയാൾ കൊടുത്തു. ദൈവാനുഗ്രഹത്താൽ പുഴയ്ക്കടുത്തെത്തിയ അവർ കണ്ടത് ബാഗ്ദാദിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കപ്പലാണ്. ഉടനെ അവർ അതിൽ കയറി രക്ഷപ്പെട്ടു. നൂർദീനെ തിരഞ്ഞു പോയവർ നിരാശരായി മടങ്ങി. നൂർദീനെയും അടിമപ്പെണ്ണിനെയും പിടിച്ചു കൊടുക്കുന്നവർക്ക് സുൽത്താൻ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. നൂർദീനും സുന്ദരിയും ഇതിനിടയിൽ സുരക്ഷിതരായി ബാഗ്ദാദിലെത്തി. അവർ നടന്ന് ഒരു തോട്ടത്തിലെത്തി. വസന്തകാലം തുടങ്ങിയിരുന്നു. തോട്ടത്തിലെല്ലാം പൂക്കളും പഴങ്ങളും. തോട്ടത്തിൻ്റെ വാതിലടച്ചിരുന്നു. അവരവിടെ വിശ്രമിച്ചു. ഈ തോട്ടത്തിൻ്റെ പേർ ആനന്ദരാമം എന്നായിരുന്നു. ഖലീഫയായ ഹാറൂൺ അൽ റഷീദിൻ്റെ തോട്ടമായിരുന്നു അത്. ആ തോട്ടത്തിൽ ഒരു മന്ദിരമുണ്ടായിരുന്നു. മനസ്സ് ദുഃഖിതമാകുമ്പോൾ അദ്ദേഹം അവിടെ വന്ന് വിശ്രമിക്കും. ആ മന്ദിരത്തിന് 80 ജനാലകളുണ്ടായിരുന്നു. ഓരോ ജനാലയിലും ഓരോ വിളക്ക് തൂക്കിയിട്ടിരുന്നു. ആ തോട്ടത്തിൽ ഖലീഫ എത്തിയാൽ അദ്ദേഹത്തിൻ്റെ അടിമ പെണ്ണുങ്ങളോട്
ജനലുകളെല്ലാം തുറക്കാൻ പറയും. എന്നിട്ട് എല്ലാവരും കൂടി പാട്ട് പാടി രസിക്കും. തോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരൻ വൃദ്ധനായ ഷെയ്ഖ് ഇബ്രാഹിം ആയിരുന്നു. ഷെയ്ഖ് ഇബ്രാഹിം കച്ചവട ആവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഉറങ്ങുന്ന നൂറുദ്ദീനെയും അടിമപ്പെണ്ണിനെയും കണ്ടെത്തി. അദ്ദേഹം വിചാരിച്ചത് അവർ പിഴച്ചവരാണെന്നാണ്. അത്തരം ആളുകളെ കൊല്ലാൻ പോലും ഇബ്രാഹിമിന് അനുവാദമുണ്ടായിരുന്നു. തൽക്കാലം ശിക്ഷിച്ചു വിടാമെന്ന് കരുതി അവരെ തല്ലാൻ വടിയെടുത്തു. എന്നാൽ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാൻ തോന്നി. ആ സുന്ദര രൂപങ്ങൾ നല്ലപോലെ കണ്ടപ്പോൾ ഇബ്രാഹിമിന് അവർ നിഷ്കളങ്കരാണെന്ന് തോന്നി. പതുക്കെ അവരെ ഉണർത്തി. തോട്ടത്തിൻ്റെ വാതിലിൽ ചുവന്ന മാണിക്യ കല്ലുകൾ പോലെ മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടന്നിരുന്നു. പലതരം പഴങ്ങൾ വേറെയും. പക്ഷികളുടെ കളഗീതം തേൻ പെയ്തുകൊണ്ടിരുന്നു. ഒരിടത്ത് കുയിൽനാദം, മറ്റൊരിടത്ത് മനുഷ്യനാദത്തോട് സാദൃശ്യമുള്ള ഒരു പക്ഷിയുടെ സംഗീതം. ഇളംകാറ്റിൽ ഉലയുന്ന സൗരഭ്യം. തോട്ടത്തിൻ്റെ മനോഹാരിത വർണ്ണനാതീതമായിരുന്നു. പല നിറങ്ങളിൽ തുടുത്തു നിൽക്കുന്ന പലതരം പഴങ്ങൾ. ഒരിടത്ത് ചെറിപ്പഴം, മറ്റൊരിടത്ത് ആപ്പിൾ. ലോകത്തിലെ എല്ലാതരം പഴങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാ നിറത്തിലുമുള്ള പനിനീർപ്പൂക്കൾ. തറയിൽ പലതരത്തിലുള്ള പൂക്കൾ കൊഴിഞ്ഞ് മെത്തയൊരുക്കിയിരുന്നു. ഷെയ്ഖ് ഇബ്രാഹിം അവരെ രാജധാനിയിലിരുത്തി ഭക്ഷണവും വീഞ്ഞും കൊടുത്ത് സൽക്കരിച്ചു. അവർ വീഞ്ഞ് കുടിച്ച് കുടിച്ച് നല്ല ലഹരിയിലായി. അപ്പോൾ ഇബ്രാഹിമിന് തോന്നി അവരുടെ അടുത്ത് ഒന്നുകൂടി ചേർന്നിരിക്കാൻ. 13 വർഷമായി വീഞ്ഞ് തൊടാത്ത ഇബ്രാഹിം മാത്രം വീഞ്ഞു കുടിച്ചില്ല. നൂറുദ്ദീൻ പാത്രം വലിച്ചെറിഞ്ഞ് ബോധം കെട്ടവനെ പോലെ അഭിനയിച്ചുകൊണ്ട് നിലത്ത് കിടന്നു. എനീസൽ ജലീസ് ഷെയ്ഖിനെ നോക്കി പറഞ്ഞു, നോക്കൂ ഷെയ്ഖ് ഇബ്രാഹിം, ഈ മനുഷ്യൻ എന്നും ഇങ്ങനെയാണ്. കുറേ കുടിക്കും, കുറേ ഉറങ്ങും. എന്നെ ശ്രദ്ധിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല. ഞാൻ പാടിയാൽ കേൾക്കാൻ ആരുമില്ല. എൻ്റെ കൂടെ നിങ്ങളെങ്കിലും കുടിക്കണം. അവൾ പഞ്ചാര വാക്ക് പറഞ്ഞ് ഇബ്രാഹിമിനെ കൊണ്ട് കുടിപ്പിക്കാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനീസൽ ജലീസ് ഇബ്രാഹിമിൻ്റെ അനുവാദത്തോടെ 80 ജാലകങ്ങളിലെയും മെഴുകുതിരികൾ കൊളുത്തി. അതോടെ ഉറക്കം നടിച്ചിരുന്ന നൂറുദ്ദീൻ എഴുന്നേറ്റു. കൊട്ടാരം വെളിച്ചത്തിലാണ്ടു. ദൂരെയുള്ള കൊട്ടാരത്തിൽ ഉറങ്ങാതിരുന്ന ഖലീഫ തോട്ടത്തിലെ മന്ദിരത്തിലെ വെളിച്ചം കണ്ട് അതിശയിച്ചു പോയി. അദ്ദേഹം ഉടൻ തന്നെ ജാഫറെ വരുത്തിച്ചു. കൊട്ടാരത്തിൽ വെളിച്ചം എങ്ങനെ വന്നു എന്ന് സുൽത്താൻ ആരാഞ്ഞു. ഉടനെ ജാഫർ ഒരു സൂത്രം പറഞ്ഞു. ഇബ്രാഹിം എന്നോട് പറഞ്ഞിരുന്നു തൻ്റെ മക്കളെ ഒരു ദിവസം കൊട്ടാരത്തിൽ താമസിപ്പിച്ച് സന്തോഷിപ്പിക്കണമെന്ന്. ഞാനത് അങ്ങയോട് പറയാൻ മറന്നുപോയി. ഉടനെ ഖലീഫ ഇങ്ങനെ പറഞ്ഞു, ഹാ, നീ ചെയ്തത് തെറ്റായിപ്പോയി. അവന് അങ്ങനെയൊരു മോഹമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയേണ്ടതായിരുന്നു. അവന് കുറച്ച് പണം കൂടി ഞാൻ കൊടുത്തേനെ. ഖലീഫയ്ക്ക് ഉടനെ ആ സ്ഥലത്തേക്ക് എത്തണമെന്നായി. ഇബ്രാഹിം നല്ലവനാണ്, സത്യസന്ധനാണ്, ദയാലുവാണ്. അവൻ്റെ ചെറിയൊരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഞാൻ എന്തൊരു വിഡ്ഢിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫ മന്ത്രിയായ ജാഫറെയും വിളിച്ച് പുറപ്പെട്ടു. ജാഫർ പല വിധത്തിലും ഖലീഫയെ തടയാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പാറാവുകാരനും അവരെ പിന്തുടർന്നു. തോട്ടത്തിൻ്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. അവർ ഒരു മരക്കൊമ്പിലിരുന്ന് രാജധാനിയിൽ നടക്കുന്നതെല്ലാം കണ്ടു. ഷെയ്ഖ് ഇബ്രാഹിം ആ സുന്ദരിയുടെ കൂടെ വീഞ്ഞു കുടിച്ച് രസിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കണ്ട് ഖലീഫയ്ക്ക് കോപം വന്നു. ജാഫർ വെറുതെ നുണ പറഞ്ഞതാണെന്ന് ഖലീഫയ്ക്ക് മനസ്സിലായി. എങ്കിലും അവരുടെ മനോഹര രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്ന കോപം അമർത്തി കളഞ്ഞു. അത്രയും സൗന്ദര്യം തികഞ്ഞ സ്ത്രീ പുരുഷന്മാരെ അദ്ദേഹം ജീവിതത്തിൽ കണ്ടിരുന്നില്ല. ജാഫറോടൊപ്പം മരക്കൊമ്പിലിരുന്ന് അവരുടെ വിനോദങ്ങൾ കണ്ട് രസിക്കാൻ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു. ഇതിനിടയിൽ കുടിച്ച് മത്തനായ എനീസൽ ജലീസ് പാട്ട് പാടാൻ തുടങ്ങി. അവളുടെ നാദത്തിൽ ഖലീഫ ലയിച്ചുപോയി. അത്ര ഇമ്പമുളവാക്കുന്നൊരു നാദം അദ്ദേഹം അന്ന് വരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഖലീഫയ്ക്ക് ആ പാട്ട് കേൾക്കാനും അവരുടെ ഒപ്പം ഇരിക്കാനും കൊതി തോന്നി. പക്ഷേ ഖലീഫയുടെ വേഷത്തിൽ അവർ അദ്ദേഹത്തെ കണ്ടാൽ പേടിച്ചോടും. ഇബ്രാഹിമിൻ്റെ മരണം തന്നെ നടക്കും. അതുകൊണ്ട് ഖലീഫ പതുക്കെ ജാഫറുടെ കൂടെ നടന്നു.
അപ്പോഴാണ് ഒരു മുക്കുവൻ കൊട്ടാരത്തിനടുത്തുള്ള ടൈഗ്രീസ് നദിയിൽ മീൻ പിടിക്കുന്നത് കണ്ടത്. ആ ഭാഗത്ത് മീൻ പിടുത്തം നിരോധിച്ചിരുന്നു. കരീം എന്നു പേരുള്ള ആ മുക്കുവനെ ഖലീഫയ്ക്ക് പരിചയമുണ്ടായിരുന്നു. പട്ടിണി കൊണ്ട് വലഞ്ഞു നടക്കുന്ന മുക്കുവന്റെയും സുഖ സൗകര്യങ്ങളിൽ മുഴുകി സുഖമായി ഉറങ്ങുന്ന സുൽത്താന്റെയും ജീവിതങ്ങൾ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കവിതാശകലം മൂളിക്കൊണ്ടാണ് കരീം മീൻ പിടിച്ചിരുന്നത്. പെട്ടെന്ന് ഖലീഫയെ മുമ്പിൽ കണ്ട കരീം അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ആ മുക്കുവന്റെ ദയനീയ രൂപം ഖലീഫയുടെ മനസ്സ് ആർദ്രമാക്കി. ഖലീഫ തന്റെ വസ്ത്രം അവനെ ധരിപ്പിച്ച് പകരം അവന്റെ വസ്ത്രം വാങ്ങി ധരിച്ച് അവന്റെ മീൻകുട്ടയും മേടിച്ചു. ജാഫർക്ക് പോലും ഖലീഫയെ ആ വേഷത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഖലീഫ ജാഫറോട് പറഞ്ഞിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു. അദ്ദേഹം കവാടത്തിൽ മുട്ടി. നല്ല മീനുണ്ട്, വേണോ? ഖലീഫ വിളിച്ചു കൂവി. നൂറുദീനും ഭാര്യയ്ക്കും മീൻ വേണമെന്നായി. ഷെയ്ഖ് മുക്കുവനെ അകത്ത് കടത്തി മീൻ വാങ്ങി. മുക്കുവനോട് തന്നെ അത് പൊരിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ഖലീഫ തന്നെ ഷെയ്ഖിന്റെ മുറിയിൽ പോയി മീൻ പൊരിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. സന്തുഷ്ടനായ നൂറുദീൻ മുക്കുവന് 3 സ്വർണ്ണ നാണയം കൊടുത്തു. പക്ഷേ അവൻ അതുകൊണ്ട് തൃപ്തനായില്ല. ആ സുന്ദരിയുടെ ഒരു പാട്ട് കേൾക്കണമെന്നായി. നൂറുദീൻ അവളോട് പാടുവാൻ പറഞ്ഞു. ഖലീഫ അവളുടെ ഗാനത്തിൽ മയങ്ങി. നീ എന്നെ പിരിഞ്ഞാലും നിന്റെ രൂപം എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. നമ്മൾ ഇനിയും കൂടിച്ചേരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നർത്ഥത്തിലുള്ള പാട്ടാണ് പാടിയത്. ഖലീഫയ്ക്ക് ആ പാട്ട് കേട്ടപ്പോൾ ഇതിലെന്തോ പിശകുണ്ടെന്ന് മനസ്സിലായി. നൂറുദീൻ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അവരുടെ ദയനീയമായ കഥ വിവരിച്ചു. മുക്കുവന്റെ വേഷം ധരിച്ച ഖലീഫ പറഞ്ഞു, ഞാൻ സുലൈമാൻ ഇനേസിയുടെ മകൻ സുൽത്താൻ മുഹമ്മദിന് ഒരു എഴുത്തു തരാം. അവനും ഞാനും സഹപാഠികളാണ്. വിധിയുടെ ബലം കൊണ്ട് ഞാൻ മുക്കുവനായി, അവൻ സുൽത്താനും. എന്നാലും എൻ്റെ എഴുത്ത് അവൻ മാനിക്കും. അദ്ദേഹം എഴുതി. ഹാറൂൺ അൽ റഷീദ് എഴുതുന്നു, ഈ വരുന്ന നൂറുദീനെ, മന്ത്രിയായ അൽഫാദിൻ്റെ മകനെ സ്വീകരിച്ച് നിന്നെ ഞാൻ ഇരുത്തിയിരുന്ന സ്ഥാനത്തിരുത്തണം. എൻ്റെ കൽപ്പനയെ മാനിക്കാതിരിക്കരുത്. ഷെയ്ഖിന് ഇത് കണ്ടപ്പോൾ കോപമായി. നീ ആള് തരക്കേടില്ല. 2 മീൻ കൊണ്ടുവന്നതിന് 3 പവൻ പോരാ, ഈ സുന്ദരിയെയും വേണം അല്ലേ? അയാൾ മുക്കുവനോട് പോരിനൊരുങ്ങി. വേഷം മാറിയിരുന്ന ഖലീഫയ്ക്ക് ഇത് കേട്ടപ്പോൾ കലി വന്നു. അദ്ദേഹം ഉറക്കെ അലറി. അപ്പോൾ ഓടിയെത്തിയ പാറാവുകാരനെ കണ്ട് ഇബ്രാഹിം വിറയ്ക്കാൻ തുടങ്ങി. ജാഫർ ഇതിനിടയിൽ രാജാവിൻ്റെ വസ്ത്രങ്ങളും മറ്റും കൊണ്ടുവന്നു. ഷെയ്ഖ് വിറച്ചുകൊണ്ട് രാജാവിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. രാജാവ് എൽ ജലീസിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രത്യേകം താമസിപ്പിച്ചു. നൂറുദീനെ സുൽത്താൻ മുഹമ്മദിൻ്റെ അടുത്തേക്ക് എഴുത്തും കൊടുത്ത് പറഞ്ഞയച്ചു. നൂറുദീൻ കത്ത് കൊണ്ടുപോയി സുൽത്താൻ മുഹമ്മദിന് കൊടുത്തു. എന്നാൽ അവിടെ സന്നിഹിതനായിരുന്ന അൽമുഈൻ കത്ത് മേടിച്ച് വായിലിട്ട് ചവച്ചെറിഞ്ഞു. ഇവനൊരു ചതിയനാണ്, ഖലീഫയുടെ കള്ളൊപ്പിട്ട് കൊണ്ടുവന്നതാണ് ഈ കത്ത്, അയാൾ പറഞ്ഞു. സുൽത്താൻ അത് വിശ്വസിച്ചു. നൂറുദീനെ അടിച്ചവശനാക്കി ജയിൽ സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. കരുണ തോന്നിയ ജയിലധികാരി നൂറുദീന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ജയിലിൽ തന്നെ താമസിപ്പിച്ചു. 41-ാം ദിവസം അൽമുയിൻ സുൽത്താനെ ഒരുവിധം ഇളക്കി നൂറുദീനെ വധിക്കാനുള്ള അനുവാദം മേടിച്ചു. നൂറുദീനെ തൂക്കിലിടാനുള്ള തീരുമാനം രാജ്യം മുഴുവൻ കൊട്ടിയറിയിച്ചു. രാജ്യത്തുള്ളവരെല്ലാം നൂറുദീൻ്റെ കഥ കേട്ട് വിലപിച്ചു. ദുഃഖാർത്തരായ ജനങ്ങൾ തടിച്ചുകൂടി. നൂറുദീനെ വധിക്കാൻ കൊണ്ടുവന്ന് നിർത്തി. അയാളുടെ കണ്ണുകൾ കെട്ടി. അപ്പോഴേക്കും അതാ ദൂരെ അന്തരീക്ഷത്തിൽ പൊടിപടലം പൊങ്ങുന്നു. കുതിരക്കുളമ്പടി അടുത്തടുത്ത് കേൾക്കുന്നു. സുൽത്താന്റെ ശ്രദ്ധ തിരിഞ്ഞു. എന്താണ് സംഗതി? വധശിക്ഷ നിർത്തിവെക്കാൻ കൽപ്പിച്ചു. പാഞ്ഞെത്തിയ കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങി വന്നത് ജാഫറായിരുന്നു. 10-30 ദിവസത്തിനിടയിൽ നൂറുദീൻ്റെ അടുക്കിലേക്ക് അയക്കാമെന്ന് പറഞ്ഞാണ് ആ സുന്ദരിയെ അവിടെ താമസിപ്പിച്ചിരുന്നത്. കുറേ ദിവസം കഴിഞ്ഞിട്ടും വിവരമൊന്നും അറിയാതിരുന്നപ്പോൾ അവൾ ഖലീഫയെ കണ്ട് സങ്കടമറിയിച്ചു. നൂറുദീൻ്റെ വിവരമറിയിക്കാൻ അയച്ച ജാഫർ സ്ഥലത്തെത്തിയപ്പോഴാണ് ചതി അറിയുന്നത്. നൂറുദീനെ ഉപദ്രവിച്ചവർക്ക്
തക്ക ശിക്ഷ നൽകാനുള്ള കൽപ്പനയായാണ് ജാഫർ പാഞ്ഞെത്തിയത്. അദ്ദേഹം സുൽത്താനെയും മന്ത്രിയെയും ബന്ധനസ്ഥരാക്കി. പിന്നീട് നൂറുദ്ദീനെ അവിടുത്തെ സുൽത്താനാക്കി അവരോധിച്ചു. 3 ദിവസം കഴിഞ്ഞ് എല്ലാവരും കൂടി ഖലീഫയുടെ കൊട്ടാരത്തിൽ ചെന്നു. ഖലീഫ വാളെടുത്ത് നൂറുദ്ദീന് കൊടുത്ത് അൽമുയിൻ്റെ കഴുത്ത് വെട്ടാൻ പറഞ്ഞു. പക്ഷേ അവനത് ചെയ്തില്ല. മസ്ദൂറാണ് അൽമുയിൻ്റെ കഴുത്ത് വെട്ടിയത്. നൂറുദ്ദീന് രാജ്യഭാരമൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഖലീഫയുടെ കൊട്ടാരത്തിൽ തന്നെ ഭാര്യയായ എൽജലീസുമൊത്ത് അവൻ സന്തോഷത്തോടെ ജീവിച്ചു. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.